ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസ്യം. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് കേട്ടോ. ഊട്ടിയിൽ ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. സാധാരണ ഒരുവിധ സ്ഥലത്തേക്ക് പോകുമ്പോഴൊന്നും ഞാൻ ഈ സാധനം ഇടല്ല, പക്ഷേ ഭയങ്കര ക്ലൈമറ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല കോട പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അടിപൊളി ഒരു ക്ലൈമറ്റ് തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഊട്ടിയിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സായിട്ടും വന്ന് താമസിക്കാൻ പറ്റിയ ഒരു കിടിലം റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒരു ബ്രിട്ടീഷ് ഷേപ്പിലുള്ള ഒരു വില്ല വേണമെന്ന് പറയാം, എങ്ങനെയും പറയാം. ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്, ഒരു അടിപൊളി ഏരിയ ആണ്, അടിപൊളി ക്ലൈമറ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൽ അത്രയും വീടുകളൊക്കെ നിൽക്കുന്നത് കണ്ടോ, അതിലെയാണ് നമ്മളിങ്ങനെ വന്നിട്ട് നമ്മൾ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. എൻട്രൻസിൽ കയറി വന്ന് നേരെ കാണുന്ന ഇവിടെയാണ് നമ്മൾ റിസപ്ഷൻ വരുന്നത്. ഇവിടെ നമ്മളെ വണ്ടി ഭ്രാന്തന്മാരെ കുറേ വണ്ടികൾ വരെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഷോക്ക് വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമ്മളെ ചേതക്കാണുള്ളത്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇവരെ റിസപ്ഷൻ വരുന്നത് കേട്ടോ. ഒരു ചെറിയൊരു റിസപ്ഷനാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ പുറം ഭാഗം എല്ലാം കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വിൻറ്റേജ് ബൈക്ക്, നമ്മളെ ജാവൻ്റെ പഴയ ഒരു വണ്ടി കണ്ടോ, അടിപൊളിയാണ്. അതുപോലെ അതിൻ്റെ കറക്റ്റ് നെയിമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ചേതക്ക്, അതൊക്കെ അത് പണ്ടേ നമ്മൾ കാണുന്നതാണ്. ഇതാണോ കറ്റൂസിനുണ്ട്, വെറുതെ ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. ആൾക്കാർക്ക് ഒന്ന് മണി ഫോട്ടോസ് എടുക്കാനും ഇതിനൊക്കെ ആയിരിക്കാം. ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കേരളത്തിൽ പ്രത്യേകം ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ ഒരു ഊട്ടിയുടെ ഒരു ഭംഗി നിലനിർത്തുന്ന പോലുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഒരു അടിപൊളി തന്നെയാണ്. പിന്നെ അതുപോലെ ഒരു ഗാർഡൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് ഉണ്ടോ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു കിടിലം ഒരു സെറ്റപ്പ് തന്നെയാണ്. അതുപോലെ നമ്മൾ അതായത് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ താഴെ നമുക്ക് നല്ല ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് ഇത്ര ഫാസ്റ്റാക്കി പറയുന്നത് കേട്ടോ. ഗാർഡൻ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഓരോ പൂവിൻ്റെ ഓരോ ഇതും കണ്ടല്ലേ. അപ്പോൾ കേസ് നമ്മൾ റൂമിൻ്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ കാണും കേട്ടോ. ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇതിൽ ടോട്ടൽ 13 റൂംസ് ഉണ്ട്. അതിൽ സെപ്പറേറ്റുള്ള ഒരു 2, 3, 4 റൂംസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കട്ടോ. അപ്പം ഉള്ളിലോട്ട് കയറുമ്പോഴും ഒരു പഴയ ബിൽഡിങ്ങിനെ സൂചിപ്പിക്കുന്ന പോലത്തെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഫസ്റ്റ് റൂം അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ. വലിയ റൂമാണ്. അതിനൊക്കെ ഒരു ബ്രിട്ടീഷ് ടച്ച്, നല്ല മരം കൊണ്ട് തന്നെയാണ് മേലെ റൂഫൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. പണ്ടൊക്കെ നമ്മളെ ഇവിടെയൊക്കെ ഇത് കത്തിച്ചിട്ട് നമ്മൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാട്ടോ. അതിപ്പോൾ ഓരോരു ഇത് പെയിൻ്റൊക്കെ ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരു ബ്രിട്ടീഷ് ടച്ചിൽ തന്നെ ഇതിൽ വെച്ചിട്ടുള്ള കേട്ടോ. ഒരു അടിപൊളിയാണ്. മുകളിലോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബെഡൊക്കെ നല്ല പ്രീമിയം സെറ്റപ്പാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. രണ്ടാമത്തെ റൂമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു വലിയ റൂം ആണ് കേട്ടോ. ബെഡൊക്കെ അത്യാവശ്യം നല്ല ഒരേപോലെ തന്നെ നല്ല പ്രീമിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റോറേജ്, ഒരു വലിയ TV, എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വലിയൊരു ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന അത്രയും വലുപ്പം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ ഇതിനടുത്ത അടുത്ത റൂമാണ് ഒരു കപ്പിൾ റൂമുണ്ട്. കപ്പിൾ റൂം ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ റൂം കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ചെറിയൊരു റൂമാണ് കപ്പിൾ റൂം. അതുപോലെ തന്നെ അതിനനുസരിച്ച് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമും ഇതിനുള്ളിൽ അവൈലബിൾ ആണ് കേട്ടോ. റൂമാണ് ഒരു ഡബിൾ ബെഡ് വരുന്ന റൂമാണിട്ടത്. ഒരു അടിപൊളി റൂമാണ്. അതുപോലെ ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കർട്ടൻ നീക്കുക, നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത ഏരിയകളെല്ലാം ഇതാ ഇവിടെ നിന്നും കാണാം കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ മറ്റൊരു കപ്പിൾ റൂമാണിട്ടത്. കപ്പിൾ റൂമുകളെല്ലാം ഒരു ചെറിയ റൂമാണ് കേട്ടോ. പക്ഷേ നമുക്ക് അത്ര സ്പേസ് മതി എന്താണെന്ന് വെച്ചാൽ അത്ര തണുപ്പാണല്ലോ, അതുകൊണ്ട് അത്ര വലിയ റൂം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ചെറിയ റൂമാണ്, പക്ഷെ നല്ല വൃത്തിയിലും നീറ്റിലാണ് അവർ സൂക്ഷിക്കുന്നത്. അതുപോലെ അവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. നമ്മൾ എ ബ്ലോക്കിൽ അവിടെയാണ് എൻട്രി വരുന്നത്. ഇത് ബി ബ്ലോക്കാണ്. ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതിനുള്ള റൂംസിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പം ബി ബ്ലോക്കിൻ്റെ ഉള്ളിലെ ഒരു റൂമാണിട്ടത്. റൂംസ് ഏകദേശം ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത റൂംസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ റൂം വേണ്ടതെന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ നോക്കി വിളിക്കുന്നതനുസരിച്ച് നമ്മൾ റൂമിൻ്റെ ഫോട്ടോസ് അയച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ അങ്ങോട്ടൊക്കെ നിറയെ റൂംസ് ഉണ്ട്. പിന്നെ വേറെ അടുത്ത് പറയാനുള്ളത് ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ ബൊഫേ സിസ്റ്റം സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗൈസ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കാരണം നമ്മൾ വീഡിയോ ലെങ്ത് ആക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടി കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ റിസോർട്ടിലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പർ നോക്കിയിട്ട് വിളിക്കാം. ഇതിൽ ഏത് റൂമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ റൂമിന് നമ്മൾ ഫോട്ടോസുകൾ അയച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ കുറേ റിസോർട്ടുകൾ നമ്മളെ പിന്നെ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ ഞങ്ങൾക്ക് കൂട്ടിയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും ബൈ.